സാർ, ഇന്നൊരു മെയിൽ ഉണ്ടായിരുന്നു. ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനത്തിലെ എംപ്ലോയീസിന്റെ ആനുവൽ ലീവ് എടുക്കാത്ത ദിവസത്തെ ശമ്പളം കൊടുക്കണമെന്ന് ആ സ്ഥാപനത്തിനോട് യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ നിയമവശം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ ജീവനക്കാർക്ക് ഉള്ളതുപോലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ലീവ് സറണ്ടർ അല്ലെങ്കിൽ ലീവ് എൻഗേജ്മെന്റ് എന്ന ആനുകൂല്യത്തിന് പൊതുവെ അർഹതയില്ല. 1960 കേരള ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് ഒരു വർഷത്തിൽ 12 ദിവസത്തെ ആനുവൽ ലീവിന് അർഹതയുണ്ട്. അവർക്ക് ആ ലീവ് വേണമെങ്കിൽ 24 ദിവസം വരേക്കും അക്യൂമുലേറ്റ് ചെയ്യാം. പക്ഷെ ലീവ് എടുത്തില്ല അല്ലെങ്കിൽ എടുക്കാത്ത ദിവസങ്ങൾക്ക് സാധാരണഗതിയിൽ വേതനം ലഭിക്കാനുള്ള അർഹത അവർക്കില്ല. എങ്കിലും ചില സാഹചര്യങ്ങളിൽ, അതായത് ആ ജീവനക്കാരനെ മാനേജ്മെന്റ് സർവീസിൽ നിന്നും ഒഴിവാക്കുന്ന പക്ഷം, ആ ഒഴിവാക്കുന്ന സമയത്ത് ആ ജീവനക്കാരന്റെ ആനുവൽ ലീവ് അക്കൗണ്ടിൽ എത്ര ദിവസത്തെ അവധി ക്രെഡിറ്റിലുണ്ടോ ആ ദിവസങ്ങളിലേക്കുള്ള വേതനം നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു ജീവനക്കാരൻ സർവീസിൽ തുടരുമ്പോൾ ആനുവൽ ലീവിന് അപേക്ഷിക്കുന്നു. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ മാനേജ്മെന്റ് ആ ലീവ് അപേക്ഷ അനുവദിക്കുന്നില്ല. പിന്നീട് ആ ജീവനക്കാരൻ സർവീസിൽ നിന്നും സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നു. ആ സാഹചര്യത്തിലും ആ അവധി ദിവസങ്ങൾക്കുള്ള വേതനം നൽകാനുള്ള ബാധ്യത മാനേജ്മെന്റിനുണ്ട്.